ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഒരു സീസണിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഏഴിന്റെ പണി എന്നാണ്. ശരിക്കും ഏഴിന്റെ പണിയല്ല, സീസൺ ഓഫ് കുൽസിതം എന്ന് വേണം ഈ ഒരു സീസണിന്റെ ടാഗ് ലൈൻ ആയിട്ട് നമുക്ക് പറയാൻ. കാരണം ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ എന്താണ് കണ്ടന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും നിലവാരമുള്ള കണ്ടന്റ് ഉണ്ടോ? ആകെ ഓടുന്നത് ഈ കുൽസിത പ്രവർത്തികൾ മാത്രം അടങ്ങുന്ന കുറെ കണ്ടന്റുകളാണ് ഈ ഒരു ഏഴാമത്തെ ആഴ്ചയും ഈ ഒരു സീസണിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കണ്ടതാണ് നിലവാരമുള്ള ഒരു കുറച്ച് കണ്ടസ്റ്റൻസ് പോലുമില്ല, നിലവാരമുള്ള ഒരു കണ്ടന്റ് ഓടുന്നില്ല, നിലവാരമുള്ള ഒരു ടാസ്ക് പോലും ബിഗ് ബോസിന് കൊടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ മുൻപോട്ട് പോകും തോറും ബിഗ് ബോസിന് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഓടിക്കണ്ടേ എന്ന് കരുതി കുറെ ആരോപണങ്ങൾ മാത്രമാണ് ഈ ഒരു സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ളത്. നമ്മുടെ അനിമോൾ, ആര്യൻ, ജിസേൽ ഒരു ആരോപണമായി തുടക്കം കുറിച്ചതാണ്. അതിനു മുൻപ് ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയെങ്കിൽ പോലും അനിമോൾ ഉയർത്തിയ ആ ഒരു വലിയ ആരോപണം അല്ലെങ്കിൽ വലിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സീസണിലേക്ക് ഈ കുൽസിത ആരോപണങ്ങൾ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് മാലപ്പടക്കം പോലെയാണ് ഓരോന്നും വന്നുകൊണ്ടിരുന്നത്. മസ്താനി വന്നതിന് ശേഷം മസ്താനി, ലക്ഷ്മി, ഒനീൽ ഇവർ തമ്മിലൊരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും റോങ് ആയിട്ട് ഇറക്കി. അത് ലാലേട്ടൻ തന്നെ വന്ന് പൊളിച്ചടുക്കി കൊടുത്തു. ആദില നൂറയ്ക്കെതിരെ റോങ് ആയിട്ടുള്ള ആരോപണങ്ങൾ നടത്തുന്നു. അതിനുശേഷം ഇപ്പോഴിതാ പുതിയതായിട്ട് നമ്മുടെ ആര്യന് നേരെ നമ്മുടെ റെന ഉയർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഷാനവാസ് നെവിന് നേരെ ഉയർത്തിയിരിക്കുന്നു. ഇതല്ലാതെ എന്താണ് ഈ ഒരു സീസണിൽ നിലവിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്? നിലവാരമുള്ള ഒരു കണ്ടസ്റ്റൻസും ഇല്ല, കണ്ടന്റും ഇല്ല. എവിടുന്ന് കിട്ടി ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിനെ എന്നാണ്? മികച്ചൊരു ഗെയിം പോലും അല്ലെങ്കിൽ ടാസ്കുകൾ പോലും കളിക്കാൻ അറിയത്തില്ലാത്ത, അതുപോലെ തന്നെ മികച്ച രീതിയിൽ ഒരു ടാസ്ക് പോലും ഗെയിമുകൾ പോലും കൊടുക്കാനും ബിഗ് ബോസിനും സാധിച്ചിട്ടില്ല. ആകെ ഇട്ട് ഓടിക്കുന്നത് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ മാത്രമാണ്. കുറെ കണ്ടസ്റ്റൻസിന്റെ വളരെ മോശമായി ബാധിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ മാത്രം. എവിടുന്നാണ് ഇവരെയൊക്കെ കിട്ടിയതെന്ന് അറിയത്തില്ല. പ്രോഗ്രസീവ് ചിന്താഗതികളുള്ള കുറെ കണ്ടസ്റ്റൻസിനെ ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആഴ്ചത്തോറും വന്ന് ലാലേട്ടനും പറയുന്നുണ്ട്, ബിഗ് ബോസിന്റെ ടീമും പറയുന്നുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നതും. സൊസൈറ്റിയിലേക്ക് കുറെ എന്താ പറയുന്നത് സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു, സൊസൈറ്റിയിൽ കുറെ മാറ്റങ്ങൾ വരുത്തുന്നു, സൊസൈറ്റിയുടെ ഒരു മുഖചിത്രമാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സംഭവം ശരിയാണ്, സൊസൈറ്റിയിൽ നടക്കുന്ന പല സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കാണുന്നതും. ആരോപണങ്ങൾ മാത്രം. പക്ഷെ ഈ ഒരു സീസണിൽ ആരോപണങ്ങൾ മാത്രമായി പോകുകയാണ്. മറ്റു പല കണ്ടസ്റ്റൻസിനുമെതിരെ ആരോപണങ്ങൾ മാത്രമായി പോകുന്നു. മെയിനായിട്ട് നമ്മുടെ മെയിൽ കണ്ടസ്റ്റൻസിന് നേരെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് നടത്തുന്ന വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ അടുത്തായിട്ട് കണ്ടുവരുന്നത്. സോ ഇതെന്താണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ ഈ ഒരു കണ്ടന്റിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കണം. കണ്ടും കേട്ടുപിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും വെറുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇതുപോലെയുള്ള കണ്ടന്റുകൾ. മികച്ച രീതിയിൽ എന്താ പറയുന്ന ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് റിയാലിറ്റി ഗെയിം ഷോ കാണാനിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതുപോലെയുള്ള കുൽസിത പ്രവർത്തികൾ നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയെന്ന് ആരോപിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അടിയും ബഹളവും നടക്കുന്ന കുറെ സീക്വൻസുകൾ മാത്രമാണ് ലൈവിലും എപ്പിസോഡിലും കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ മികച്ചതെന്ന് പറയുന്ന ഒരു സംഭവങ്ങളും ഇല്ല. സോ ബിഗ് ബോസിന്റെ ടീം ഇതിന് വേണ്ട നടപടികൾ എടുക്കണം. കണ്ടസ്റ്റൻസുമായിട്ട് പ്രോപ്പറായിട്ട് സംസാരിച്ച് പ്രോപ്പറായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതല്ല TRP കൂട്ടാനും ബിഗ് ബോസിന്റെ മുന്നോട്ടുള്ള വിജയത്തിനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കണ്ടന്റുകൾ മാത്രം കൊണ്ടുപോയി നെഗറ്റീവ് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിന്റെ തിരിച്ചടികൾ ലഭിക്കാൻ പോകുന്നത്. കാരണം ബിഗ് ബോസിന്റെ പ്രേക്ഷകർ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ബിഗ് ബോസിനോടുള്ള പ്രേക്ഷകരുടെ ഇംപ്രഷനും കുറഞ്ഞു തുടങ്ങും. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ചർച്ചകൾ നടക്കുമ്പോൾ നെഗറ്റീവ് ഹൈപ്പിൽ മുന്നോട്ട് പോകും. അതൊക്കെ വേറൊരു കാര്യം. ബട്ട് ബിഗ് ബോസിനോടുള്ള താല്പര്യങ്ങൾ കുറയും. മുൻ സീസണുകളിലൊക്കെ നടന്നു വന്നിരുന്ന അല്ലെങ്കിൽ ആദ്യ നാളുകളിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു ബിഗ് ബോസ് സീസണൊക്കെ കാണാൻ പ്രേക്ഷകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എനിവേസ് ഈ ഒരു സീസൺ 7 എന്ന് പറയുമ്പോൾ ഏഴിന്റെ പണിയുമായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ടാഗ് ലൈനുമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറയുന്നത്. ശരിക്കും അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ടാഗ് ലൈൻ എന്ന് പറയുന്നത് സീസൺ ഓഫ് കുൽസിതം എന്ന് മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ പ്രേക്ഷകരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്താണ് ഈ ഒരു സീസണെ പറ്റി ഇതുവരെയുള്ള അഭിപ്രായങ്ങൾ? എങ്ങനെയുണ്ട്? എങ്ങനെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കണ്ടന്റുകൾ എന്നൊക്കെ? അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.